Learn Easy Online Education. Hi, welcome to my new video. It's me Harshida. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് നമ്പർ 29 ആണ്. MSO001 യൂണിറ്റ് നമ്പർ 29 തിയറീസ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് മോഡേണിറ്റി. ആധുനികവൽക്കരണത്തിന്റെയും ആധുനികതയുടെയും തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് ഇതിൽ കണ്ടന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, അപ്രോച്ചസ് ടു മോഡേണൈസേഷൻ, ഇംപ്ലിക്കേഷൻ ഓഫ് മോഡേണൈസേഷൻ തിയറീസ്, ഫേസസ് ഇൻ മോഡേണൈസേഷൻ പ്രോസസ്സസ്, മോഡേണൈസേഷൻ, ദ ഏഷ്യൻ സിൻഡ്രോം, modernization process as a whole, the phenomena of modernity, approaches to modernity, conclusion. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കണ്ടൻസ്. ഓക്കെ, വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. 29.1 ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. Modernization theories explain how some countries became rich and industrialized. These ideas help us understand how modern society works, especially in the western parts of ഏഷ്യ. ആധുനികവൽക്കരണ സിദ്ധാന്തങ്ങൾ ചില രാജ്യങ്ങൾ സമ്പന്നരും വ്യാവസായികവൽക്കരിക്കപ്പെട്ടവരും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ആധുനിക സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ആശയങ്ങൾ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലുമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ വേൾഡ് വാർ II, the US became a superior power, wanted to stop communism. To do this, it helped countries like Western Europe, South Korea, and Japan grow their economies. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US ഒരു മഹാശക്തിയായിട്ട് തീർന്നു. കമ്മ്യൂണിസം നിർത്താൻ എന്ത് ചെയ്തു? അവർ ആഗ്രഹിച്ചത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പടിഞ്ഞാറൻ യൂറോപ്പ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഇത് സഹായിച്ചു. അതൊക്കെ ക്യാപിറ്റലിസം എന്നൊരു ആശയം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിസം എന്നൊരു ആശയം നിർത്താൻ വേണ്ടിയിട്ട് മഹാശക്തിയായിട്ടുള്ള US ശ്രമിച്ചു. അത് പടിഞ്ഞാറൻ യൂറോപ്പ്, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? അവരുടെ സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം കമ്മ്യൂണിസം സ്പ്രെഡ് ഇൻ ചൈന, വിയറ്റ്നാം, ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ക്യൂബ. Many countries in Asia and Africa also became independent and needed a plan for growth. അതേസമയം ചൈനയും വിയറ്റ്നാം, സോവിയറ്റ് യൂണിയൻ, ക്യൂബ എന്നിവിടങ്ങളിൽ കമ്മ്യൂണിസം എന്ത് ചെയ്തു? വ്യാപിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും സ്വതന്ത്രമായിട്ട് തീർന്നു. വളർച്ചയ്ക്ക് ഒരു പദ്ധതി ആവശ്യമാണെന്ന് അവർ കണക്കുകൂട്ടി. The US sent experts to study these new nations and promote capitalism. Colonialization had made these countries poor, but taking their resources, the US wanted their follow capitalism instead of communism. This made modernization both an economic and political process. ഈ പുതിയ രാഷ്ട്രങ്ങളെ കുറിച്ച് പഠിക്കാൻ, മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും US എന്ത് ചെയ്തു? വിദഗ്ധരെ ഈ നാടുകളിലേക്കൊക്കെ ഈ രാജ്യങ്ങളിലോട്ടൊക്കെ അയച്ചു. കോളനിവൽക്കരണം ഈ രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൈക്കലാക്കി എന്ത് ചെയ്തു? അവരെ ദരിദ്രരാക്കിയിരുന്നു. അവർ കമ്മ്യൂണിസത്തിന് പകരം മുതലാളിത്തത്തെ പിന്തുടരാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. ഇത് ആധുനികവൽക്കരണത്തെ സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രക്രിയയാക്കി മാറ്റി. ഇത് ആധുനികവൽക്കരണത്തെ എന്ത് ചെയ്തു? സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രക്രിയയാക്കി മാറ്റി. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ, ഇപ്പൊ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കാര്യങ്ങൾ ഇടപെടുന്നതിന് രാഷ്ട്രീയ ഇടപെടലുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രക്രിയ ആക്കിയിട്ട് എന്തിനെ മാറ്റി? മോഡേണൈസേഷനെ മാറ്റി എന്നാണ് പറയുന്നത്. സ്കോളർ സ്റ്റഡീഡ് ദീസ് ചേഞ്ചസ് യൂസിങ് 2 മെയിൻ തിയറീസ്. 2 പ്രധാന സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്തത്? ഈ മാറ്റത്തെ കുറിച്ച് പഠിച്ചത്. ഫസ്റ്റ് വൺ, എവല്യൂഷണറി തിയറി. സൊസൈറ്റീസ് ഡെവലപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ്. ചേഞ്ച് ഹാപ്പൻ സ്ലോലി ഓവർ സെഞ്ചുറീസ്, നോട്ട് ത്രൂ സഡൻ റെവല്യൂഷൻ. പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് സമൂഹങ്ങള് ലളിതവും സങ്കീർണമായിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടാണ് വികസിച്ചതെന്നാണ്. മാറ്റങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് സാവധാനത്തിൽ സംഭവിക്കുന്നു എന്നാണ്. പെട്ടെന്നുള്ള വിപ്ലവങ്ങളിലൂടെയല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. സെക്കൻഡ് തിയറി ഫങ്ഷണലിസ്റ്റ് തിയറിയാണ്. സൊസൈറ്റി ഈസ് ലൈക്ക് എ ലിവിംഗ് ബോഡി where different parts work together. Institutions like the economy, government, religion and family each have a role in keeping society stable. പ്രവർത്തന സിദ്ധാന്തം സമൂഹം ഒരു ജീവനുള്ള ശരീരം പോലെയാണ്. അവിടെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്തു? ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സമൂഹത്തെ സുസ്ഥിരമായിട്ട് നിലനിർത്തുന്നതില് സമ്പദ് വ്യവസ്ഥ, സർക്കാർ, മതം, കുടുംബം തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഓരോന്നിനും എന്തുണ്ട്? പങ്കുണ്ട് എന്നാണ് പറയുന്നത്.
These ideas helped explain how modernization happens in different countries. വിവിധ രാജ്യങ്ങളിൽ ആധുനികവൽക്കരണം എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആശയങ്ങൾ സഹായിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാം. 29.2 അപ്രോച്ചസ് ടു മോഡേണൈസേഷൻ. മോഡേണൈസേഷന്റെ അപ്രോച്ചുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മോഡേണൈസേഷൻ തിയറീസ് ഡിവൈഡ് സൊസൈറ്റീസ് ഇൻടു ട്രഡീഷണൽ ആൻഡ് മോഡേൺ. മോഡേണൈസേഷൻ തിയറീസ് നമ്മുടെ സമൂഹത്തെ രണ്ട് തരത്തിലാണ് വിഭജിച്ചത്. ഒന്ന് ട്രഡീഷണൽ, മറ്റൊന്ന് മോഡേൺ. ഒന്ന് പാരമ്പര്യമായിട്ടുള്ള, മറ്റൊന്ന് ആധുനികമായിട്ടുള്ളത്. ട്രഡീഷണൽ സൊസൈറ്റീസ് ഫോക്കസ്ഡ് ഓൺ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് സ്മോൾ കമ്മ്യൂണിറ്റീസ്. ദേ റിയലി ഓൺ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് വിച്ച് ആർ സീൻ ആസ് വീക്ക് ഇൻ ഹാൻഡ്ലിംഗ് ബിസിനസ് ആൻഡ് ട്രേഡ്. പരമ്പരാഗത സമൂഹങ്ങൾ വ്യക്തിബന്ധങ്ങളിലും ചെറിയ കമ്മ്യൂണിറ്റികളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവർ മുഖാമുഖ ഇടപെടലുകളെ ആശ്രയിച്ചിരുന്നു. ഒരു ബിസിനസ്സും വ്യാപാരവും കൈകാര്യം ചെയ്യുന്നതിന് ദുർബലമായിട്ട് കാണപ്പെടുകയാണ് ഉണ്ടായത്. ആര്? ട്രഡീഷണൽ സൊസൈറ്റീസ്. മോഡേൺ സൊസൈറ്റീസ് ആർ മോർ ന്യൂട്രൽ. ദേ ആർ ബെറ്റർ അറ്റ് യൂസിങ് മാർക്കറ്റ്സ്, ടെക്നോളജി ആൻഡ് റിസോഴ്സസ് ടു ഗ്രോ ആൻഡ് അഡാപ്റ്റ്. ആധുനിക സമൂഹങ്ങൾ എന്തായി? കൂടുതൽ നിഷ്പക്ഷരാണ്. വളരാനും പൊരുത്തപ്പെടാനും വിപണിയും സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ഉപയോഗിക്കുന്നതിൽ എന്ത് ചെയ്തു? അവർ മികച്ചവരായിരുന്നു. ഫാമിലി ഇൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ സൊസൈറ്റീസ്. കുടുംബം എന്നത് പാരമ്പര്യമായിട്ടുള്ളതും മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റീസിലെ കുടുംബത്തെ കുറിച്ചിട്ടുള്ള അപ്രോച്ചാണ് ഇനി പറയുന്നത്. ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് ദ ഫാമിലി ഹാഡ് മെനി റെസ്പോൺസിബിലിറ്റീസ്. ഇറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, റിലീജിയൻ, വെൽഫെയർ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. പരമ്പരാഗത സമൂഹങ്ങളിൽ കുടുംബത്തിന് നിരവധി ചുമതലകൾ ഉണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസം, മതം, ക്ഷേമം, വൈകാരിക പിന്തുണ എന്നിവ നൽകുന്നതായിരുന്നു. ഇൻ മോഡേൺ സൊസൈറ്റീസ് ദ ഗവൺമെന്റ് ടേക്സ് ഓവർ മെനി ഓഫ് ദിസ് റോൾസ്. സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് സോഷ്യൽ സർവീസസ് റീപ്ലേസ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. ആധുനിക സമൂഹങ്ങൾ എന്താണ്? സർക്കാർ ഈ റോളുകളിൽ പലതും എന്ത് ചെയ്തു? ഏറ്റെടുത്തു. സർക്കാരാണ് ഈ റോളുകൾ പലതും ഏറ്റെടുക്കുന്നത്. സ്കൂളുകൾ, ആശുപത്രികൾ, സാമൂഹിക സേവനങ്ങൾ എന്നിവ കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്തു? മാറ്റി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് റെസിസ്റ്റൻസ്. സമൂഹത്തിലെ പ്രോബ്ലംസും അതിനെതിരെയുള്ള റെസിസ്റ്റൻസുകളെ കുറിച്ചുമാണ് ഇനി പറയുന്നത്. When parts of society fail, problems arise. These include protests, revolutions, and even terrorism. Governments often resist these changes, sometimes using violence. Today, human rights group work to protect democracy and prevent government abuse. സമൂഹത്തിന്റെ ഭാഗങ്ങൾ പരാജയപ്പെടുമ്പോൾ, അതായത് സമൂഹം അവരുടെ കർത്തവ്യം ചെയ്യുന്നത് പരാജയപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. പ്രതിഷേധങ്ങളും വിപ്ലവങ്ങളും തീവ്രവാദവും വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗവൺമെന്റുകൾ പലപ്പോഴും ഈ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറുക്കുന്നുണ്ട്. ചിലപ്പോൾ അക്രമങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ന് മനുഷ്യാവകാശ സംഘടനകൾ ജനാധിപത്യം സംരക്ഷിക്കാനും സർക്കാർ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്മെസ്ലേഴ്സ് ഐഡിയാസ് ഓൺ മോഡേണൈസേഷൻ. മോഡേണൈസേഷന്റെ സ്മെസ്ലേഴ്സിന്റെ ഐഡിയാസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സ്മെസ്ലർ believed the economy shapes society. He said modernization leads to better tools and machines replacing simple methods. Smesler വിശ്വസിച്ചത് എക്കോണമി ഷേപ്പ് സൊസൈറ്റി. എക്കോണമി ആരാണ്? സമൂഹമാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് വാർത്തെടുക്കുന്നത്. He said modernization leads to. മോഡേണൈസേഷനെ നയിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബെറ്റർ ടൂൾസ് ആൻഡ് മെഷീൻസ് റീപ്ലേസിംഗ് സിമ്പിൾ മെത്തേഡ്സ്. സമ്പത്ത് വ്യവസ്ഥ സമൂഹത്തെ രൂപപ്പെടുത്തുന്നുവെന്ന് സ്മെൽസൺ വിശ്വസിച്ചു. ആധുനികവൽക്കരണം ഇതിലേക്ക് നയിക്കുന്നു എന്നാണ്. ആധുനികവൽക്കരണം എന്ന ആശയം ഈ ഒരു രീതിയിലോട്ടാണ് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ലളിതമായ രീതികൾക്ക് പകരമായിട്ട് മെച്ചപ്പെട്ട ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ഫാമിംഗ് ഷിഫ്റ്റിംഗ് ഫ്രം സർവൈവൽ ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. അതിജീവന വിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് അവർ മാറുന്നു. മെഷീൻസ് റീപ്ലേസിംഗ് ഹ്യൂമൻ ലേബർ. മനുഷ്യാധ്വാനത്തിന് പകരമുള്ള യന്ത്രങ്ങൾ ഉണ്ടാകുന്നു. സിറ്റീസ് ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ വളരുന്ന നഗരങ്ങൾ എന്ത് ചെയ്തു? മോഡേണൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. ദീസ് ചേഞ്ചസ് ഹാപ്പൻ അറ്റ് ഡിഫറെന്റ് സ്പീഡ്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലും ഈ ഒരു രീതി, അതായത് ഈ ഒരു മാറ്റം എന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്പീഡിലാണ്, അതായത് വ്യത്യസ്ത വേഗതയിലാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. റോസ്റ്റോസ് 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. റോസ്റ്റോയുടെ ഗ്രോത്തിനുള്ള 5 തരത്തിലുള്ള സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. റോസ്റ്റോ കമ്പയർഡ്
Rostow compared modernization to a plane taking off. He said all societies move through 5 stages. റോസ്റ്റോ ആധുനികവൽക്കരണത്തെ വിമാനം പറന്നുയരുന്നതുമായിട്ട് താരതമ്യം ചെയ്തു. എല്ലാ സമൂഹങ്ങളും 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു ആധുനികവൽക്കരണം മോഡേണൈസേഷൻ സഞ്ചരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ സൊസൈറ്റി സിമ്പിൾ എക്കോണമി വിത്ത് ലിറ്റിൽ ചേഞ്ച്. ട്രഡീഷണൽ സൊസൈറ്റിയിലെ പരമ്പരാഗത സമൂഹത്തിലെ ചെറിയ മാറ്റങ്ങളുള്ള ലളിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ. Preconditions for takeoff. New industries start growing. പരമ്പരാഗത ടേക്ക് ഓഫിനുള്ള മുൻകരുതലുകൾ. പുതിയ വ്യവസായങ്ങൾ വളരാൻ വേണ്ടിയിട്ട് എന്താ പറയാ തുടങ്ങുന്നു. അതായത് ഒരു വിമാനം പറന്നുയരുന്നതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് പരമ്പരാഗത സമൂഹം എന്ത് ചെറിയ മാറ്റങ്ങൾ ലളിതമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥ, അത് നമുക്ക് എന്ത് ചെയ്യാം, എയർപോർട്ടിനെ ഉദ്ദേശിക്കാം. അടുത്തത് ടേക്ക് ഓഫിനുള്ള മുൻകരുതൽ, അതായത് ഉയരാനുള്ള മുൻകരുതൽ. പുതിയ വ്യവസായങ്ങൾ വളരാൻ തുടങ്ങുന്നു, പുതിയ വ്യവസായങ്ങൾ വളരാൻ തുടങ്ങുന്നതാണ് അതിന്റെ മുൻഗണന. മൂന്നാമത് പറയുന്നത് ടേക്ക് ഓഫ് ആണ്. അതായത് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികാസം, അത് ഉയർന്ന് പൊങ്ങുന്നതാണ്. പതുക്കെയുള്ള ഒരു സാമ്പത്തിക വികാസം, അത് ഇങ്ങനെ വിമാനം പോകുമ്പോൾ ഒരു പതുക്കെയുള്ള സ്ലോ ആയിട്ടല്ലേ പോവാ, ആ ഒരു സ്ലോ ആയിട്ടുള്ള ആ ഭാഗത്തെ ഉദ്ദേശിക്കുന്ന ദ്രുതഗതിയിലുള്ള ഒരു സാമ്പത്തിക വികാസത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രൈവ് ടു മെച്യൂരിറ്റി, അഡ്വാൻസ് ഇൻഡസ്ട്രീസ് ലെവൽ, പക്വതയിലേക്ക് നയിക്കുന്നു. അതെന്ത് ചെയ്യുന്നു, പക്വതയിലേക്ക് നയിക്കുക. വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. മാസ് കൺസപ്ഷൻ, വെൽത്ത് ഇൻക്രീസസ് ആൻഡ് people enjoy a higher standards of living. കൂട്ടോപയോഗം, അതായത് ഉയർന്നു പൊങ്ങിയതിനു ശേഷമുള്ള പറക്കലിനെയാണ്, വേഗത്തിലുള്ള ആ പറക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് വർദ്ധിക്കുന്നു, ആളുകൾ ഉയർന്ന ജീവിത നിലവാരം ആസ്വദിക്കുന്നു, വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു, സമൂഹം മോഡേണൈസേഷനിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രോബ്ലംസ് വിത്ത് മോഡേണൈസേഷൻ തിയറി. മോഡേണൈസേഷൻ തിയറിയിൽ ഉള്ള അല്ലെങ്കിൽ മോഡേണൈസേഷന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന തിയറീസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മോഡേണൈസേഷൻ തിയറി അസ്യൂംസ് ഓൾ കൺട്രീസ് ഷുഡ് ഫോളോ ദ വെസ്റ്റേൺ മോഡൽസ്. ആധുനികവൽക്കരണ സിദ്ധാന്തത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മോഡേണൈസേഷൻ തിയറി അസ്യൂംസ് ഓൾ കൺട്രീസ് ഷുഡ് ഫോളോ ദ വെസ്റ്റേൺ മോഡൽ. ഇറ്റ് സജസ്റ്റ് ക്യാപിറ്റലിസം ഈസ് ദ ഓൺലി വേ ടു ഗ്രോ. ദിസ് ഐഡിയ സപ്പോർട്ട്സ് അമേരിക്കൻ പോളിസീസ് ആൻഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ബട്ട് നോട്ട് ഓൾ സൊസൈറ്റീസ് ഡെവലപ്ഡ് ഇൻ ദ സെയിം വേ. എല്ലാ രാജ്യങ്ങളും പാശ്ചാത്യ മാതൃക പിന്തുടരണമെന്ന് ആധുനികവൽക്കരണ സിദ്ധാന്തം അനുമാനിക്കുന്നുണ്ട്. മുതലാളിത്തമാണ് വളരാനുള്ള ഏക മാർഗം എന്നാണ് ഈ ഒരു മോഡേണൈസേഷൻ തിയറി സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആശയം അമേരിക്കൻ നയങ്ങളെയും ആഗോള സ്വാധീനത്തെയാണ് പിന്തുണയ്ക്കുന്നത്. മുതലാളിത്തത്തിന്റെ ഉറവിടം എവിടുന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. എന്നാൽ എല്ലാ സമൂഹങ്ങളും ഒരേ രീതിയിൽ വികസിക്കുന്നില്ല. എല്ലാ സമൂഹത്തിനും എന്താണ് ഈ ഒരു ക്യാപിറ്റലിസം, മോഡേണിസം എന്നുള്ള ആ ഒരു രീതി എന്തില്ല, പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്നോളണം എന്നില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു എല്ലാ സ്കോളേഴ്സും അല്ലെങ്കിൽ എല്ലാ സോഷ്യോളജിസ്റ്റുകളും മോഡേണൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസം, ആധുനികവൽക്കരണമൊക്കെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അതിന് ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്തല്ല, എല്ലാ സമൂഹത്തിലും അത് നടന്നോളണം എന്നില്ല എന്നതാണ് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് 29.3 ഇംപ്ലിക്കേഷൻ ഓഫ് മോഡേണൈസേഷൻ തിയറീസ് ആണ് കേട്ടോ. ആധുനികവൽക്കരണ സിദ്ധാന്തങ്ങളുടെ സൂചന എന്നാണ് പറയുന്നത്. ആധുനികവൽക്കരണ സിദ്ധാന്തങ്ങളുടെ സൂചന എന്താണ് ഹെഡിങ്ങിന്റെ അർത്ഥം? ഈ ഭാഗത്ത് എന്താ പറയുന്നത് നോക്കാം. മോഡേണൈസേഷൻ തിയറി ഹാസ് എ വെസ്റ്റേൺ ബയാസ്. ഇറ്റ് സീംസ് വെസ്റ്റേൺ സൊസൈറ്റീസ് ആസ് എ ബെസ്റ്റ് മോഡൽ ഫോർ ഡെവലപ്മെന്റ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ലെസ് ഡെവലപ്മെന്റ് കൺട്രീസ് must follow capitalist because it works best. ആധുനികരണ സിദ്ധാന്തത്തിൽ മോഡേണൈസേഷൻ തിയറീസിന് പാശ്ചാത്യ പക്ഷപാതമുണ്ട്. അതായത് പാശ്ചാത്യ ചിന്തകളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷപാതമുണ്ട്. പാശ്ചാത്യ സമൂഹങ്ങളുടെ വികസനത്തിനുള്ള ഏറ്റവും നല്ല മാതൃകയായിട്ട് അത് കാണുന്നു. വികസിത രാജ്യങ്ങൾ മുതലാളിത്തത്തെ പിന്തുടരണമെന്ന് അത് നിർദ്ദേശിക്കുന്നതിന്റെ കാരണം അത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഡിപ്പെൻഡൻസി തിയറി ഗിവ്സ് എ ഡിഫറെന്റ് വ്യൂ. ഇറ്റ് സേസ് ദാറ്റ് പ്രോബ്ലംസ് ഇൻ ഡെവലപ്മെന്റ് കംസ് ഫ്രം ഗ്ലോബൽ സിസ്റ്റം കൺട്രോൾഡ് ബൈ വെസ്റ്റേൺ കൺട്രീസ് ഇൻ നോർത്ത്. ആശ്രിതത്വ സിദ്ധാന്തം ഡിപ്പെൻഡൻസി തിയറിയിൽ മറ്റൊരു വീക്ഷണം നൽകുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ, അതായത് വടക്ക് നിയന്ത്രിക്കുന്ന അമേരിക്ക പോലുള്ള നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങൾ ആഗോള സംവിധാനങ്ങളിൽ നിന്നാണ് വികസനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിൽ പറയുന്നു. അവർ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്, ആ ഒരു ആഗോള സംവിധാനത്തിൽ നിന്നാണ് വികസനത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അതിൽ പറയുന്നത്. ഡിപ്പെൻഡൻസി തിയറി, അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മുതലാളിത്ത ഒരു മോഡേണൈസേഷൻ, ഒരു മോഡേൺ
ആധുനീകരണ സിദ്ധാന്തങ്ങളിൽ മോഡേണൈസേഷൻ തിയറീസിൽ അത് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മുതലാളിത്തം എന്ന ആശയം എന്നത് അവരെ കൂടെ അവരുടെ ആശ്രിതത്വത്തിൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മെട്രോപോളിസ് സാറ്റലൈറ്റ് മോഡൽ satellite model. Andrew Gunfrank described the world as a hierarchy. At the top is the metropolis like the US, which is independent. ആൻഡ്രി ഗുണ്ടർഫോക്ക് ലോകത്തെ ഒരു ശ്രേണി എന്നാണ് വിശേഷിപ്പിക്കുക. ശ്രേണി തരത്തിലാണ് ലോകം നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. മുകളിലെ സ്വതന്ത്രമായ മെട്രോപോളിസ് US പോലെ. മെട്രോപോളിസ് എന്നത് US പോലെ. മെട്രോപോളിസ് എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ആധിപത്യമില്ലാത്തൊരു രാജ്യമാണ് എന്ത് US. അവർക്ക് മേലെ ആർക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. അവരാണ് എല്ലാ തീരുമാനങ്ങളുടെ അവസാന വാക്ക്. അത്രയും അധികാരം ആർക്കുണ്ട്? US-നുണ്ട്. അതുകൊണ്ടാണ് അതിനെ മെട്രോപോളിസ് എന്ന് പറയുന്നത്. ഈ മെട്രോപോളിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ മെട്രോപോളിസ് എന്നതിന്റെ അർത്ഥം എന്താണ്? കേന്ദ്ര നഗരം എന്നാണ് അർത്ഥം. അപ്പൊ US എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നഗരമാണെന്ന് പറയാം. എല്ലാവരെക്കാൾ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ അധികാരമുള്ളതും ആർക്കാണ്? US-നാണ്. എല്ലാവരും വീക്ഷിക്കുന്നത് ക്യാപിറ്റലിസം എന്ന ആശയം ഉറവിയെടുത്തതും അതുപോലെ തന്നെ US-ന്റെ മുകളിൽ മറ്റൊരു അധികാരമില്ല. അവരാണ് അവസാന വാക്ക് എന്ന് പറയുന്നതിനാണ് ഈ ഒരു മെട്രോപോളിസ് എന്ന് പറയുന്നത്. അതൊരു മെട്രോപോളിസ് സിറ്റിയാണ് എന്ത് US എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉപനഗരങ്ങൾ എന്നതാണ്. സാറ്റലൈറ്റ് ടൗൺസ് എന്ന് പറയുന്നത് മെട്രോപോളിസ് സിറ്റിയാണ് ഏറ്റവും മുകളിൽ. അതിന് താഴെയുള്ളവയൊക്കെയാണ് ഈ ഉപനഗരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ തൊഴിലവസരങ്ങൾക്കും വാണിജ്യത്തിനും ഒരു വികാസത്തിനൊക്കെ ഈ മെട്രോപോളിസിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മെട്രോപോളിസിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു നഗരങ്ങളാണ് ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതായത് സാറ്റലൈറ്റ് ടൗൺസ് എന്ന് പറയാം. Below are countries that depends on the metropolis for aid and trade. At the bottom are satellite states fully dependent on the wealthier nations for food, machines and other goods. സഹായത്തിനും വ്യാപാരത്തിനുമായിട്ട് മെട്രോപോളിസിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങളൊക്കെയാണ് ടൗൺസ്. താഴെയുള്ള സാറ്റലൈറ്റ് സ്റ്റേറ്റുകളാണ് ഭക്ഷണം, യന്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയ്ക്കായിട്ട് സമ്പന്ന രാജ്യങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ആർക്ക്? സാറ്റലൈറ്റ് ടൗൺസിന് കേട്ടോ. പ്രോബ്ലംസ് ഓൺ ഡിപ്പെൻഡൻസി. ഈ ഒരു ആശ്രിതത്വത്തിന്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫ്രാങ്ക് said that when a dependent country try to develop, powerful nations may block it using sanctions. These satellite states cannot grow freely because their wealth is taken by rich countries. ഒരു ആശ്രിത രാജ്യം വികസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ മേൽ ഉപരോധം ഉപയോഗിച്ച് അതിനെ തടയും എന്ന് ഫ്രാങ്ക് പറഞ്ഞു. ഈ സാറ്റലൈറ്റ് സ്റ്റേറ്റുകൾ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വളരാൻ കഴിയില്ല. കാരണം അവരുടെ സമ്പത്ത് സമ്പന്ന രാജ്യങ്ങൾ എടുക്കുകയാണ്. അതായത് metropolicities എടുക്കുക. International aid often comes with harsh conditions keeping poor countries dependent. Frank argued that breaking this relationship is the only way for real development. ദരിദ്ര രാജ്യങ്ങളെ ആശ്രിതരാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര സഹായം പലപ്പോഴും കഠിനമായ സാഹചര്യങ്ങളോടെയാണ് വരുന്നത്. ഈ ബന്ധങ്ങൾ തകർക്കുക എന്നതാണ് യഥാർത്ഥ വികസനത്തിനുള്ള മാർഗമെന്ന് ഫ്രാങ്ക് വാദിച്ചു. ഫ്രാങ്ക് പറഞ്ഞത് ഈ ഒരു ബന്ധം, ഈ മെട്രോപോളിസ് സാറ്റലൈറ്റ് ബന്ധം നിങ്ങൾ അതിൽ നിന്ന് വേർപിരിയുക. അവരുടെ നിയന്ത്രണത്തിൽ, അവരുടെ ഡിപ്പെൻഡൻസിൽ നിന്ന് വേർതിരിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വികസിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇപ്പോഴും ആ ഒരു പുവർ സ്റ്റേജിൽ തന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. മോഡേണൈസേഷൻ വേഴ്സസ് ഡിപ്പെൻഡൻസി തിയറി. ആധുനികവൽക്കരണവും ഡിപ്പെൻഡൻസി തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. മോഡേണൈസേഷൻ തിയറി says all countries should follow the western path. It's more of an ideology. Dependency theory shows how rich countries exploit poorer ones. It explains global economy's realities. എല്ലാ രാജ്യങ്ങളും പാശ്ചാത്യ പാത പിന്തുടരണമെന്നാണ് ആധുനികവൽക്കരണ സിദ്ധാന്തം പറയുന്നത്. അതൊരു പ്രത്യയശാസ്ത്രമാണ്. സമ്പന്ന രാജ്യങ്ങൾ ദരിദ്രരെ എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്ന് ആശ്രിതത്വ സിദ്ധാന്തം കാണിക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. Neither theory alone has led to development, but modernization, which started in the 17th century, has influenced the world. ഒരു സിദ്ധാന്തവും മാത്രം വികസനത്തിലേക്ക് നയിച്ചില്ല. ഒരു സിദ്ധാന്തവും വികസനത്തിൽ മാത്രം നയിച്ചിട്ടില്ല. എന്നാൽ 17ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആധുനികവൽക്കരണം ലോകത്തെ സ്വാധീനിച്ചു. ഒരു സിദ്ധാന്തം മാറ്റത്തിലേക്ക് നയിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് മാത്രം
ഒരു സിദ്ധാന്തവും ഒറ്റയ്ക്ക് ഒരു മാറ്റത്തിലേക്ക് നയിച്ചിട്ടില്ല. പല സിദ്ധാന്തങ്ങളും കൂടിച്ചേർന്ന് തന്നെയാണ് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. എന്നാൽ 17ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആധുനികവൽക്കരണം എന്ത് ചെയ്തു? ഈ ലോകത്തെ തന്നെ എന്ത് ചെയ്തു? മാറ്റിമറിക്കാൻ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. മോഡേണൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം മോഡേണൈസേഷനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മോഡേണൈസേഷൻ ഹാസ് ഓൾസോ ചേഞ്ച്ഡ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് സ്റ്റാർട്ടഡ് സ്പ്രെഡിംഗ് ഇൻ ദ 1950s and 1960s. This included Western lifestyles, new technology in individualism worldwide. ആധുനികവൽക്കരണം മാധ്യമങ്ങളെയും ആശയവിനിമയത്തെയും എന്ത് ചെയ്തു? മാറ്റിമറിച്ചിട്ടുണ്ട്. 1950കളിലും 60കളിലും ഇത് വ്യാപിക്കാൻ തുടങ്ങി. ഇതിൽ പാശ്ചാത്യ ജീവിത രീതികളും പുതിയ സാങ്കേതിക വിദ്യയും ലോകമെമ്പാടുമുള്ള വ്യക്തിത്വവും എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 29.4 ഫേസസ് ഇൻ മോഡേണൈസേഷൻ പ്രോസസ് എന്നതാണ് കേട്ടോ. ആധുനികവൽക്കരണ പ്രക്രിയയിലെ ഘട്ടങ്ങളെ കുറിച്ചാണ്, ഫേസസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഹൗ മാസ് മീഡിയ ഹെൽപ്പഡ് മോഡേണൈസേഷൻ. ഓരോ കാര്യങ്ങളും ആധുനികവൽക്കരണത്തെ, ഓരോ ഫാക്ടേഴ്സ്, പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ആധുനികവൽക്കരണത്തെ എങ്ങനെയാണ് സഹായിച്ചത് എന്നൊക്കെയാണ് നോക്കുന്നത്. ഹൗ മാസ് മീഡിയ ഹെൽപ്പഡ് മോഡേണൈസേഷൻ. മാസ് മീഡിയാസ് എങ്ങനെയാണ് മോഡേണൈസേഷൻ ഹെൽപ്പ് ചെയ്തതെന്നാണ് നോക്കുന്നത്. മാസ് മീഡിയ, TV, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ലേറ്റർ ദ ഇന്റർനെറ്റ് ഹെൽപ്പഡ് സ്പ്രെഡ് ന്യൂ ടെക്നോളജി. ദിസ് മെയ്ഡ് മോഡേണൈസേഷൻ ഫാസ്റ്റർ. ഇറ്റ് ഈസ് ഓൾസോ ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഹെൽപ്പിംഗ് പീപ്പിൾ ലേൺ ന്യൂ ഐഡിയാസ് ആൻഡ് സ്കിൽസ്. ബഹുജന മാധ്യമങ്ങൾ, TV, റേഡിയോ, പത്രങ്ങൾ, പിന്നീട് ഇന്റർനെറ്റ് എന്നിവയ്ക്ക് പുതിയ സാങ്കേതിക വിദ്യ പ്രചരിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് ആധുനികവൽക്കരണം എന്ത് ചെയ്തു? വേഗത്തിലാക്കി. ഇത് വിദ്യാഭ്യാസവും സാക്ഷരതയും മെച്ചപ്പെടുത്തി. പുതിയ ആശയങ്ങളും കഴിവുകളും പഠിക്കാൻ ആളുകളെ സഹായിക്കുകയും ചെയ്തു. Mass media helped countries develop a nation identity. It played a big role in election and national building by spreading information. ദേശീയ ഐഡന്റിറ്റി വികസിപ്പിക്കാൻ ബഹുജന മാധ്യമങ്ങൾ രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പ്രചരിപ്പിച്ച് തിരഞ്ഞെടുപ്പിലും രാഷ്ട്ര നിർമ്മാണത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മോഡേണൈസേഷന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത് മാസ് മീഡിയാസ് ആണ്. ആ മാസ് മീഡിയാസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, പ്രോബ്ലംസ് വിത്ത് മോഡേണൈസേഷൻ തിയറി. നെക്സ്റ്റ്, 3 stages ഓഫ് മോഡേണൈസേഷൻ തിയറി. മോഡേണൈസേഷൻ തിയറിയുടെ 3 സ്റ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് 1950s and 60s നടന്നിട്ടുള്ള വെസ്റ്റേൺ കൾച്ചർ ആൻഡ് ടെക്നോളജി സ്പ്രെഡ് വേൾഡ് വൈഡ്. ആദ്യഘട്ടത്തില് പാശ്ചാത്യ സംസ്കാരം സാങ്കേതിക വിദ്യയും എന്ത് ചെയ്തു? ലോകമെമ്പാടും വ്യാപിച്ചു. സെക്കൻഡ് സ്റ്റേജ്, some experts criticized this Western influence media dependency theory, said poor countries depend too much on Western media. ചില വിദഗ്ധർ പാശ്ചാത്യ സ്വാധീനത്തെ വിമർശിക്കാൻ തുടങ്ങി. ദരിദ്ര രാജ്യങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നതായിട്ട് മാധ്യമാശ്രിതത്വ സിദ്ധാന്തം പറയുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് a more neutral approach. Giddens said modern society is shaped by long distance communication, TV, internet and global symbols like money and the English language. മാസ് മീഡിയാസിൽ ഉൾപ്പെടും. മൂന്നാം ഘട്ടത്തിൽ പറയുന്നത് കൂടുതൽ നിഷ്പക്ഷ സമീപനങ്ങൾ കൊടുന്നു. ഗിഡൻസ് പറയുന്ന ആധുനിക സമൂഹം ദീർഘദൂര ആശയവിനിമയം, TV, ഇന്റർനെറ്റ്, പണം, ഇംഗ്ലീഷ് ഭാഷയെ പോലുള്ള ആഗോള ചിഹ്നങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡേണൈസേഷൻ സഹായിച്ചു. മോഡേണൈസേഷൻ ഉത്ഭവിച്ചത് US ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയ്ക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എന്നത് ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള മെയിൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിന്റെ വികാസത്തിന് പോലും എന്ത് ചെയ്തു? ഈ മോഡേണൈസേഷൻ സഹായിച്ചെന്നാണ് പറയുന്നത്. ഹൗ കമ്മ്യൂണിക്കേഷൻ ചേഞ്ച്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻസ് ചേഞ്ച് ആയതെന്നാണ് പറയുന്നത്. ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് പീപ്പിൾ മോസ്റ്റ്ലി ടോക്ക് ഫേസ് ടു ഫേസ്. ഇൻ മോഡേൺ സൊസൈറ്റീസ് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് അക്രോസ് ലോങ് ഡിസ്റ്റൻസ് യൂസിങ് മീഡിയ. പരമ്പരാഗത സമൂഹങ്ങളിൽ ആളുകൾ കൂടുതൽ മുഖാമുഖമാണ് സംസാരിച്ചത്. ആധുനിക സമൂഹങ്ങളിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച ആളുകൾ ദീർഘദൂരങ്ങളിലേക്ക് ആശയവിനിമയം നടത്തി. മോഡേണൈസേഷൻ helped connect rich and poor countries but also created dependence on Western ideas and technology. Next, we will look at how modernization happened in India. സമ്പന്നരും ദരിദ്രരുമായിട്ടുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്തു? ആധുനികവൽക്കരണം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പാശ്ചാത്യ ആശയങ്ങളെ സാങ്കേതിക വിദ്യയും ആശ്രയിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് ആധുനികവൽക്കരണം ആരംഭിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് 29.5 മോഡേണൈസേഷൻ ഇൻ ഏഷ്യൻ സിൻഡ്രം. ഏഷ്യയിൽ എങ്ങനെയാണ് മോഡേണൈസേഷൻ വ്യാപിച്ചതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. യോഗേന്ദ്ര സിംഗ്സ് വ്യൂസ് ഓൺ മോഡേണൈസേഷൻ. മോഡേണൈസേഷനെ കുറിച്ചുള്ള യോഗേന്ദ്ര സിംഗിന്റെ വ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബിഫോർ മോഡേണൈസേഷൻ ഇന്ത്യൻ ട്രഡീഷൻസ് were based on hierarchy, holism, continuity and transcendence. These ideas also existed in the traditional West, but Indian
and Western traditions developed differently due to their unique histories and cultures. ആധുനികവൽക്കരണത്തിന്റെ ഒക്കെ മുൻപ് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ ശ്രേണി, സമഗ്രത, തുടർച്ച, അതിര് കടക്കുക എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഇന്ത്യൻ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത്. പരമ്പരാഗത പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ ആശയങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ത്യൻ പാശ്ചാത്യ രാജ്യങ്ങൾ അവയുടെ തനതായ ചരിത്രങ്ങളും സംസ്കാരങ്ങളും കാരണം വ്യത്യസ്തമായിട്ട് വികസിക്കുകയാണ് ചെയ്തത്. സിംഗ് ആസ്ക്, അതായത് എല്ലാ രാജ്യങ്ങളെ പോലെ ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുക ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇന്ത്യയിലുള്ള ശ്രേണി സിസ്റ്റവും സമഗ്രതയും തുടർച്ചയും അതൊക്കെ അതിര് കടന്നിരുന്നു. ഇന്ത്യയിലുള്ള പാരമ്പര്യ രീതികളെല്ലാം അതിര് കടന്നതായിരുന്നു. എല്ലാ മതവിശ്വാസങ്ങളും എല്ലാ ആചാരങ്ങളും നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും എന്തായില്ല പെട്ടെന്ന് ക്ലിക്കായി ആവുമായിരുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. Singh asked whether all societies follows the same path to modernization. He separates social change from modernization. Not all changes lead to modernization. For example, Islam in India spread through conquest while Sanskritization happened slowly over generation. സമൂഹങ്ങളും ആധുനികവൽക്കരണത്തിലേക്ക് ഒരേ പാതയാണോ പിന്തുടരുന്നതെന്ന് സിംഗ് ചോദിക്കുന്നു. ആധുനികവൽക്കരണത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തെ അദ്ദേഹം വേർതിരിച്ചു. എല്ലാ മാറ്റങ്ങളും ആധുനികവൽക്കരണത്തിലേക്ക് നയിക്കുന്നില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഇസ്ലാം അധിനിവേശത്തിലൂടെ ഇത് വ്യാപിച്ചു. അതേസമയം സംസ്കൃതവൽക്കരണം തലമുറകളായി സാവധാനത്തിലാണ് സംഭവിച്ചത്. ആധുനികവൽക്കരണത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തെ അദ്ദേഹം വേർതിരിക്കുകയാണ് ഇവിടെ ചെയ്തത്. അതായത് എല്ലാ മാറ്റങ്ങളും ആധുനികവൽക്കരണത്തിലേക്ക് നയിക്കുന്നില്ല എന്നാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇസ്ലാം അധിനിവേശത്തിലൂടെ വ്യാപിച്ചു. അതേസമയം സംസ്കൃതവൽക്കരണം തലമുറകളായിട്ട് സാവധാനം വ്യാപിച്ചു. മതപരമായിട്ടുള്ള വ്യാപനങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇസ്ലാം വ്യാപിച്ചു, സംസ്കൃതപരമായിട്ടുള്ള വ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും എന്തുണ്ടായിട്ടില്ല, ആധുനികവൽക്കരണം ഉണ്ടായിട്ടില്ല. സമൂഹത്തിന് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ കോണ്ടാക്ട് കൊണ്ടുള്ള ഇമ്പാക്ട് കുറിച്ചാണ് പറയുന്നത്. Modernization in India started with British rule, which brought major social changes. However, not all Western influence lead to modernization. In some cases, traditional institutions became stronger. This means traditions and modernity were not completely separate but influence each other. ഇന്ത്യയിൽ ആധുനികവൽക്കരണം ആരംഭിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോടെയാണ്. ഇത് വലിയ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നിരുന്നാൽ പോലും എല്ലാ പാശ്ചാത്യ സ്വാധീനവും ആധുനികവൽക്കരണത്തിലേക്ക് നയിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ പരമ്പരാഗത സ്ഥാപനങ്ങൾ ശക്തമായിട്ട് ഉണ്ട്. ഇതിനർത്ഥം പാരമ്പര്യവും ആധുനികതയും പൂർണ്ണമായിട്ട് വേർതിരിക്കപ്പെടുന്നില്ല, മറിച്ച് പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ ബന്ധവുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പാരമ്പര്യ വിശ്വാസങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് ഹനിക്കേണ്ടി വന്നിരുന്നു. എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് ഹനിക്കാൻ കഴിയുന്നതുമല്ല. ഇത് രണ്ട് പൂർണ്ണമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സ്വാധീനിച്ചിട്ടുണ്ട്. പാരമ്പര്യ വിശ്വാസങ്ങളുടെ അനാചാരങ്ങളൊക്കെ മാറാൻ വെസ്റ്റേൺ കൺട്രീസുമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ മോഡേണൈസേഷൻ വാസ് സെലക്റ്റീവ്. The British focused on government and the economy but ignored family, caste and village life. After the 1857 revolt, they believed these traditional structures സ്റ്റേബിൾ ആൻഡ് അൺചേഞ്ചിങ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആധുനികവൽക്കരണം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു. ബ്രിട്ടീഷുകാർ സംസ്കാരത്തിലും സർക്കാരിലും സമ്പദ് വ്യവസ്ഥയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും കുടുംബം, ജാതി, ഗ്രാമജീവിതം എന്നിവ അവർ അവഗണിച്ചു. 1857 കലാപത്തിന് ശേഷം ഈ ഒരു പരമ്പരാഗത ഘടനകൾ സുസ്ഥിരവും മാറ്റമില്ലാത്തതുമാണെന്ന് അവർ വിശ്വസിച്ചു. They even used caste in the army and administration. Later, communal electorate introduced effective modernization after independence. സൈന്യത്തിനും ഭരണത്തിനും പോലും അവർ ജാതി ഉപയോഗിച്ചു. പിന്നീട് സാമുദായിക ഇലക്ടറേറ്റുകൾ അവതരിപ്പിക്കപ്പെട്ടു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ വോട്ടിംഗ് സിസ്റ്റം എന്നത് അവതരിപ്പിക്കപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ആധുനികവൽക്കരണത്തെ സൈന്യത്തിൽ ഭരണത്തിൽ പോലും അവർ ജാതി ഉപയോഗിച്ചിരുന്നു. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന സമയത്ത് കുടുംബത്തൊക്കെ അവർ അവഗണിച്ചിരുന്നു. കുടുംബം, ജാതി, ഗ്രാമം, ജീവിതം എന്നിവ അവർ അവഗണിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും ജാതിയും മതവും ഒക്കെ അവരുടെ വോട്ടിങ്ങിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരൊരു ആയുധമാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗാന്ധി ആൻഡ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. ഗാന്ധിയും രാഷ്ട്രീയ ആധുനികവൽക്കരണത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. India's freedom movement, led by Mahatma Gandhi, created a new political culture of modernization. Gandhi's mass movements
respected people. He could not stop the partition of India and Pakistan because Hindu and Islamic histories were too different. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആധുനികവൽക്കരണത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. ഗാന്ധിയുടെ ബഹുജന പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ എന്ത് ചെയ്തു? ഒന്നിപ്പിച്ചു. എന്നാൽ ഹിന്ദു ഇസ്ലാമിക ചരിത്രങ്ങൾ വളരെ വ്യത്യസ്തമായതിനാൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പാകിസ്ഥാന്റെ വിഭജനം തടയാൻ എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. സിംഗ് ക്വസ്റ്റ്യൻസ് ഹൗ Next heading 29.6 Modernization process as a whole. Modernization in India. മൊത്തത്തിലുള്ള ആധുനികവൽക്കരണ പ്രക്രിയയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോഡേണൈസേഷൻ ഇന്ത്യയിലെ മോഡേണൈസേഷൻ. സിംഗ് സ്റ്റഡിഡ് ഹൗ മോഡേണൈസേഷൻ എഫക്ട് ഇന്ത്യ. ഹി സെഡ് ഡിഡ് നോട്ട് ബ്രേക്ക് സൊസൈറ്റി ബിക്കോസ് ഓഫ് ഇന്ത്യൻ സ്ട്രോങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. ആധുനികവൽക്കരണം ഇന്ത്യയെ എങ്ങനെ ബാധിച്ചെന്ന് സിംഗ് പഠിച്ചു. ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങൾ കാരണം അത് സമൂഹത്തെ തകർക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനികവൽക്കരണത്തിന്റെ ഒരു പ്രത്യാഘാതമായിട്ടുള്ള സമൂഹത്തെ തകർക്കുക എന്നുള്ളൊരു സിദ്ധാന്തം മുതലാളിയും തൊഴിലാളിയുമുള്ള രൂപപ്പെടുന്നതിന് എന്ത് ചെയ്യുന്നില്ല? അത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സംസ്കാരങ്ങൾ നിലവിലുള്ളത് കാരണം അത് നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. One reason was that politics and caste were separate. Village had their own councils to solve local problems. This helped modernization but did not destroy traditions. രാഷ്ട്രീയവും ജാതിയും വേറിട്ടതായിരുന്നു എന്നതാണ് ഒരു കാരണം. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗ്രാമങ്ങൾക്ക് സ്വന്തം കൗൺസിലുകൾ, പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. ഇത് ആധുനികവൽക്കരണത്തെ സഹായിച്ചെങ്കിലും പാരമ്പര്യങ്ങൾ എന്തില്ല? നമ്മുടെ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളെ എന്ത് ചെയ്തില്ല? നശിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. First, modernity was a small part of society. Over time, it spread and changed traditions. Modernization also promoted new values like secularism and ending untouchability, but all tradition resisted these changes. ആദ്യം ആധുനികത സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു. ആധുനികവൽക്കരണം എന്ന സമൂഹത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു. കാലക്രമേണ അത് വ്യാപിക്കുകയും പാരമ്പര്യങ്ങളിൽ വരെ മാറ്റം വരുത്തുകയും ചെയ്തു. ആധുനികവൽക്കരണം മതനിരപേക്ഷത, മതത്തെ സർക്കാരിൽ നിന്ന് വേറിട്ട് നിർത്തുക, തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കുക തുടങ്ങിയ പുതിയ മൂല്യങ്ങളെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പഴയ പാരമ്പര്യങ്ങളെ ഈ മാറ്റങ്ങളെ എതിർത്തു. പഴയ പാരമ്പര്യങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു മാറ്റങ്ങളെ മോഡേണൈസേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്തു? എതിർത്തു എന്നാണ് പറയുന്നത്. ചലഞ്ചസ് ഓഫ് മോഡേണൈസേഷൻ ഇന്ത്യ. മോഡേണൈസേഷൻ അതായത് ആധുനികവൽക്കരണം ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അനുഭവിക്കുന്ന ചലഞ്ചസുകളാണ് നോക്കുന്നത്. സിംഗ് ആസ്കഡ് ഓഫ് ഇന്ത്യ could avoid problems as modernization increased. When old systems lost power, new problems appeared. Laws were made to reduce inequality, but they also changed caste and identity. Instead of copying upper caste culture, Sanskritization, people created new caste groups ആൻഡ് കമ്മ്യൂണിറ്റീസ്. ആധുനികവൽക്കരണം വർദ്ധിച്ചതോടുകൂടിയിട്ട് ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകുമോ എന്ന് സിംഗ് ചോദിച്ചു. പഴയ സംവിധാനങ്ങൾക്ക് ശക്തി നഷ്ടപ്പെട്ടപ്പോൾ പുതിയ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പഴയ ഒരു ജാതി വ്യവസ്ഥയ്ക്കും പാരമ്പര്യത്തിനൊക്കെ ശക്തി കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പുതിയ അസമത്വങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അസമത്വം കുറയ്ക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അവ ജാതിയും സ്വത്വവും തന്നെ മാറ്റിമറിച്ചു. സവർണ സംസ്കൃതവൽക്കരണം പകർത്തുന്നതിന് പകരം ആളുകൾ പുതിയ ജാതി ഗ്രൂപ്പുകളും സമുദായങ്ങളും എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രീസ് ആൻഡ് സിറ്റീസ് ഹെൽപ്ഡ് മോഡേണൈസേഷൻ grow, but traditions also remained. A strong religious group used modern tools like media and government system to grow. വിദ്യാഭ്യാസവും വ്യവസായങ്ങളും നഗരങ്ങളും എന്നിവ ആധുനികവൽക്കരണത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. എന്നാൽ പാരമ്പര്യങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്തു. മതവിശ്വാസങ്ങൾ വളരാൻ മാധ്യമങ്ങളും സർക്കാർ സംവിധാനങ്ങളും പോലുള്ള ആധുനിക ഉപകരണങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. Even after British rule ended, caste, family and in villages remained important. Caste changed but did not disappear. It became part of politics, democracy and trade unions. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടുകൂടി ജാതി, കുടുംബം, ഗ്രാമങ്ങൾ എന്നിവ പ്രധാനമായിട്ട് തുടർന്നു. ജാതി മാറിയില്ലെങ്കിലും എന്ത് ചെയ്തു? ജാതി എന്നത് മാറിയില്ലെങ്കിലും എന്ത് ചെയ്തു? ഇല്ലാതായി. അത് രാഷ്ട്രീയത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ട്രേഡ് യൂണിയനുകളുടെ ഭാഗമായി. ജാതി മാറുകയല്ല ചെയ്തത്, ജാതി എന്നൊരു ആശയം തന്നെ ഇല്ലാതായി പോയി. ഇത് ജനാധിപത്യത്തിന്റെയും ട്രേഡ് യൂണിയനുകളുടെയും ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. മോഡേണൈസേഷൻ ആൻഡ് ദ റിച്ച്. മോഡേണൈസേഷനും റിച്ച്, സമ്പന്നത. മോഡേണൈസേഷൻ, റിച്ച്. മോഡേണതയും സമ്പന്നതയെ കുറിച്ചാണ് ഇനി പറയുന്നത്. ബിഫോർ ഇൻഡിപെൻഡൻസ്, മോസ്റ്റ് റിച്ച് ആൻഡ് പവർഫുൾ പീപ്പിൾ, അതായത് എലൈറ്റ്സ്, കം ഫ്രം ദ സെയിം കാസ്റ്റ് ആൻഡ് ക്ലാസ്. They were
വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹാഡ് സിമിലർ ഐഡിയ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും സമ്പന്നരും ശക്തരുമായിട്ടുള്ള ആളുകൾ, അതായത് എലൈറ്റ് പീപ്പിൾസ്, ഒരേ ജാതിയിൽ നിന്നും വർഗത്തിൽ നിന്നുമുള്ളവരായിരുന്നു. അവർ നന്നായിട്ട് പഠിച്ചവരും സമാന ആശയങ്ങളും ഉണ്ടായിരുന്നു. മോഡേണൈസ് സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്താണ്, ഏറ്റവും സമ്പന്നരും ശക്തരുമായിട്ടുള്ള ആളുകൾ ഉയർന്ന ജാതിയിലുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, new types of allied appear. Some were political, while other were non-political. Political leaders were less westernized and preferred traditional values. സ്വാതന്ത്ര്യാനന്തരം പുതിയ തരം എലൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ചിലത് എന്ത് ചെയ്തിരുന്നു, രാഷ്ട്രീയപരമായിരുന്നു, ഗവൺമെന്റിൽ ഉൾപ്പെട്ടത്. മറ്റു ചിലത് അരാഷ്ട്രീയപരമായിരുന്നു, അതായത് ബിസിനസ്, വിദ്യാഭ്യാസം മുതലായവയുള്ളവയായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടവരും പരമ്പരാഗത മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരും ആയിരുന്നു. Problems in development. India's five-year plans tried to develop the country, but only 5-year plans tried to develop the country, but only the rich benefited. The poor, especially in villages, remained poor. The gap between rich and poor grew. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ രാജ്യത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങി വെച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. എന്നാൽ സമ്പന്നർക്ക് മാത്രമാണ് ഈ ഒരു പ്രയോജനം ലഭിച്ചത്. ദരിദ്രർ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ദരിദ്രരായിട്ട് തന്നെ തുടർന്നു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം എന്ത് ചെയ്തു, ഇതിലൂടെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതർ പ്രോബ്ലംസ് ഇൻക്ലൂഡഡ്. മറ്റുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഡെമോക്രസി വിത്തൗട്ട് പ്രോപ്പർ എഡ്യൂക്കേഷൻ, ശരിയായിട്ട് വിദ്യാഭ്യാസമില്ലാത്ത ജനാധിപത്യം. അതുപോലെ ഡെമോക്രസി, ഗവൺമെന്റ് റൂൾസ് ദാറ്റ് വെർ അൺഫെയർ, അന്യായമായിട്ടുള്ള സർക്കാരിന്റെ നിയമങ്ങൾ. മോർ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, മാധ്യമങ്ങള് കൂടുതലായിട്ടുള്ള സ്വാധീനം. അതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് പിന്നീട് സമൂഹത്തിൽ ഉണ്ടായത്. പീപ്പിൾ വാണ്ടഡ് മോർ ബട്ട് റിസോഴ്സസ് വെർ ലിമിറ്റഡ്. ആളുകൾക്ക് കൂടുതൽ റിസോഴ്സുകൾ ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ എന്തായിരുന്നു, വിഭവങ്ങൾ എന്തായിരുന്നു, പരിമിതമായിരുന്നു. ലീഡേഴ്സ് ടോക്ക്ഡ് അബൌട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ ബട്ട് ഡിഡ് ലിറ്റിൽ ഇൻ ആക്ഷൻ. നേതാക്കൾ ആളുകളെ സഹായിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പ്രവർത്തനത്തിൽ കാര്യമായിട്ടൊന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓവർ ക്രൗഡഡ് സിറ്റീസ് വിത്തൗട്ട് പ്രോപ്പർ പ്ലാനിങ്, കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇല്ലാതെ തിങ്ങി നിറഞ്ഞ ഒരു നഗരങ്ങൾ. ഇതൊക്കെയാണ് എന്തുണ്ടായത്, മാറ്റങ്ങൾ കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ്സിന്റെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ഇന്ത്യസ് യുണീക്ക് മോഡേണൈസേഷൻ, ഇന്ത്യയുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു മോഡേണൈസേഷനെ കുറിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഇന്ത്യയുടെ അതുല്യമായിട്ടുള്ള ഒരു ആധുനിക വൽക്കരണത്തെ കുറിച്ച്. Scholars Gunnar Myrdal said that South Asia developed differently from the West. In the Western countries, strong governments came before democracy. In South Asia, democracy came first, which made development slower and created economic independence on richer countries. പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദക്ഷിണേഷ്യ വികസിച്ചതെന്ന് പണ്ഡിതനായിട്ടുള്ള ഗുന്നാർ മിർഡാൽ പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിനു മുൻപിൽ ശക്തമായ സർക്കാരുകൾ വന്നു. ദക്ഷിണേഷ്യയിൽ ജനാധിപത്യം ഒന്നാമതായിട്ട് എത്തി. അത് വികസനം മന്ദഗതിയിലാക്കുകയും സമ്പന്ന രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് ആശ്രയിക്കുകയും ചെയ്തു. പടിഞ്ഞാറ് ഏഷ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദക്ഷിണേഷ്യ വികസിച്ചതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് ചെയ്തു, ജനാധിപത്യത്തിന് മുൻപിൽ ശക്തമായിട്ടുള്ള സർക്കാരുകൾ വന്നു. ജനാധിപത്യത്തിന് മുന്നിൽ ശക്തമായ സർക്കാരുകൾ വന്നു. ദക്ഷിണേഷ്യയിൽ എന്ത് ചെയ്തു, ജനാധിപത്യം എന്ത് ചെയ്തു, ഒന്നാമതായിട്ട് എത്തി. അത് വികസനം എന്ത് ചെയ്തു, മന്ദഗതിയിലാക്കും. എല്ലാവർക്കും സുസ്ഥിരമായിട്ടുള്ള വികസനത്തെ ഊന്നൽ നൽകിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, വികസനത്തെ മന്ദഗതിയിലാക്കി. ഇന്ത്യ ഹാഡ് മെനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ and a growing middle class, which are important for democracy, but weak government, soft state slowed real change. ഇന്ത്യയിൽ ധാരാളം വിദ്യാഭ്യാസമുള്ള ആളുകൾ വളർന്നു വന്നിരുന്ന ഒരു മധ്യവർഗം ഉണ്ടായിരുന്നു. അത് ജനാധിപത്യത്തിൽ പ്രാധാന്യമായിരുന്നു. എന്നാൽ ദുർബലമായ സർക്കാർ, അതായത് സോഫ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള സർക്കാർ യഥാർത്ഥ മാറ്റത്തെ എന്ത് ചെയ്തു, മന്ദഗതിയിലാക്കുകയാണ് ചെയ്തത്. Believed modernization in India was different from other countries. It had challenges, tensions and contradictions, but ഇന്ത്യ ഗുഡ് ബാലൻസ് മോഡേണൈസേഷൻ ആൻഡ് ട്രഡീഷൻ. ഇന്ത്യയിലെ ആധുനികവൽക്കരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് സിംഗ് വിശ്വസിച്ചു. അതിന് വെല്ലുവിളികളും പിരിമുറുക്കങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ആധുനികവൽക്കരണത്തെയും പാരമ്പര്യത്തെയും സന്തുലിതമാക്കാൻ ഇന്ത്യ പോകാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരുന്നു, ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് 29.7 ദ ഫിനോമിന ഓഫ് മോഡേണിറ്റി. മോഡേണിറ്റി ഈസ് വെൻ എ സൊസൈറ്റി becomes more developed. It has features like democracy, industries, capitalism and technology. So have big cities and strong mass media. ഒരു സമൂഹം കൂടുതൽ വികസിക്കുമ്പോഴാണ് ആധുനികത, ജനാധിപത്യം, വ്യവസായങ്ങൾ, മുതലാളിത്തം, സാങ്കേതിക വിദ്യ തുടങ്ങിയ സവിശേഷതകൾ ഉള്ളത്.
In Europe, modernity came from the events like the Renaissance, French Revolution, and Industrial Revolution. It involves rational thinking and the shift away from superstition or religion. പടിഞ്ഞാറൻ യൂറോപ്പിലെ നവോത്ഥാനം, ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം തുടങ്ങിയ സംഭവങ്ങളിൽ നിന്നാണ് ആധുനികത ഉണ്ടായത്. അതിൽ യുക്തിസഹവും ചിന്തയും അന്ധവിശ്വാസത്തിൽ നിന്നോ മതത്തിൽ നിന്നുള്ള വ്യതിചലനവും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. മോഡേണൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സൊസൈറ്റി ബിക്കമിങ് മോഡേൺ ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യൂറോപ്പ് ബട്ട് അറൌണ്ട് ദ വേൾഡ്. ഇറ്റ് മേക്സ് സൊസൈറ്റീസ് ബിഗർ ആൻഡ് മോർ കണക്റ്റഡ് വിത്ത് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ ടു മൂവ്, സ്പെഷ്യലൈസ് ആൻഡ് വർക്ക് ഇൻ ഡിഫറെന്റ് ഏരിയാസ്. ബട്ട് ആസ് ദിസ് ഹാപ്പൻസ് ലോക്കൽ കൾച്ചേഴ്സ് ക്യാൻ ലോസ് ദെയർ യുണീക് ഫീച്ചേഴ്സ്. ആധുനികവൽക്കരണം എന്നത് ഒരു സമൂഹം ആധുനികമാകുന്ന പ്രക്രിയയാണ്. അത് യൂറോപ്പിൽ മാത്രമല്ല ലോകമെമ്പാടും നടക്കുന്നതാണ്. ഇത് സമൂഹങ്ങളെ വലുതും കൂടുതൽ ബന്ധമുള്ളതുമാക്കുന്നു. ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ സഞ്ചരിക്കാനും സ്പെഷ്യലൈസ് ചെയ്യാനും ജോലി ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ പ്രാദേശിക സംസ്കാരങ്ങളുടെ തനതായ സവിശേഷതകൾ ചിലപ്പോൾ നഷ്ടപ്പെടും. മോഡേണൈസേഷൻ ഉണ്ടാകുമ്പോൾ, ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ പ്രാദേശിക സംസ്കാരങ്ങൾക്ക് അവരുടെ തനതായിട്ടുള്ള സവിശേഷതകൾ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള കാരണമാകും എന്നാണ് പറയുന്നത്. Modernization has brought good things like better health, more equality and improved living condition, but it also have downsides like pollution, nuclear technology and climate change. So while there are benefits, there are also serious problems. മെച്ചപ്പെട്ട ആരോഗ്യം, കൂടുതൽ സമത്വം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയ നല്ല കാര്യങ്ങൾ ആധുനികവൽക്കരണം കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത് മലിനീകരണവും ആണവ സാങ്കേതിക വിദ്യ കൂട്ടുന്നതും കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ ദോഷഫലങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. അതിനാൽ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും എന്തിനുണ്ട്, മോഡേണൈസേഷന് ഉണ്ട് എന്നാണ് പറയുന്നത്. 29.8 അപ്രോച്ചസ് ടു മോഡേണിറ്റി. മോഡേണിറ്റിയോടുള്ള സമീപനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടൈലർ എക്സ്പ്ലെയിൻ 2 ways to understand modernity. One looks at differences between Western societies and other civilization like medieval Europe and India. ആധുനികത മനസ്സിലാക്കാനുള്ള 2 വഴികൾ ടൈലർ വിശദീകരിക്കുന്നുണ്ട്. പാശ്ചാത്യ സമൂഹങ്ങളുടെ മധ്യകാല യൂറോപ്പും ഇന്ത്യയും പോലുള്ള മറ്റ് നാഗരികതകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. അതായത് പാശ്ചാത്യ സമൂഹങ്ങളും മധ്യകാലത്തെ യൂറോപ്പും ഇന്ത്യയും പോലുള്ള മറ്റ് നാഗരികതകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. അതിലൂടെ എന്താണ്, ആധുനികതയെ മനസ്സിലാക്കാൻ കഴിയും. The other sees modernity as a change from traditional societies to modern ones. The second approach is more common and focuses on how societies transform into modern ones. മറ്റൊരാൾ ആധുനികതയെ കാണുന്നത് പരമ്പരാഗത സമൂഹങ്ങളിൽ നിന്ന് ആധുനികതയിലേക്കുള്ള മാറ്റമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ സമീപനം കൂടുതൽ എന്താണ്, സാധാരണമാണ്. സമൂഹങ്ങൾ എങ്ങനെ ആധുനികമായിട്ട് രൂപാന്തരപ്പെടുന്നു എന്നതിൽ എന്ത് ചെയ്യുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. The cultural approach looks at specific cultures, their beliefs and practices. It explains how these cultures changed into modern societies. The actual approach sees modernity as a process that can happen to any society regardless of culture. It focuses on things like scientific thinking and rational thought. സാംസ്കാരിക സമീപനം പ്രത്യേക സംസ്കാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയെ നോക്കുന്നുണ്ട്. ഈ സംസ്കാരങ്ങൾ എങ്ങനെയാണ് ആധുനിക സമൂഹങ്ങളായിട്ട് മാറിയതെന്ന് എന്ത് ചെയ്യുന്നു, ഇത് വിശദീകരിക്കുന്നുണ്ട്. സാംസ്കാരിക സമീപനം ആധുനികതയെ സംസ്കാരം പരിഗണിക്കാതെ ഏതൊരു സമൂഹത്തിനും സംഭവിക്കാവുന്ന പ്രക്രിയയായിട്ടാണ് കാണുന്നത്. സംസ്കാരം നോക്കിയിരുന്നാൽ എന്ത് ആവില്ല, ആധുനികത ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡെവലപ്പ് ആകില്ല. ശാസ്ത്രീയ ചിന്ത, യുക്തിപരമായ ചിന്ത തുടങ്ങിയ കാര്യങ്ങളാണ് മോഡേണൈസേഷൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Scholars like Weber and Durkheim agree that modernity is a steady process. Weber says rational thinking applies to all cultures and Durkheim talk about the shift from simple to complex social connections. ആധുനികത ഒരു സ്ഥിരമായിട്ടുള്ള പ്രക്രിയയാണെന്ന് വെബർ, ഡർക്കെയിം തുടങ്ങിയ പണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്. യുക്തിപരമായിട്ടുള്ള ചിന്ത എല്ലാ സംസ്കാരങ്ങൾക്കും ബാധകമാണെന്ന് വെബർ പറയുന്നു. ലളിതത്തിൽ നിന്ന് സങ്കീർണമായ സാമൂഹിക ബന്ധങ്ങളിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ഡർക്കെയിം പറയുന്നത് ആധുനികത എന്നാൽ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കുള്ള മാറ്റമാണെന്നാണ് ഡർക്കെയിം പറഞ്ഞത്. ടോയിലെ also notes how societies gradually become more equal over time. This idea shows different ways societies move toward modernity. കാലക്രമേണ സമൂഹങ്ങൾ കൂടുതൽ തുല്യമായിട്ട് മാറുമെന്നും എങ്ങനെയെന്നും ടോക്കിയോയിൽ രേഖപ്പെടുത്തുന്നു. ഈ ആശയങ്ങൾ സമൂഹങ്ങൾ ആധുനികതയിലേക്ക് നീങ്ങുന്ന വ്യത്യസ്ത വഴികൾ കാണിക്കും. കാലക്രമേണ എന്ത് ചെയ്യും, സമൂഹങ്ങൾ ക്രമേണ തുല്യമായിട്ട് മാറും എന്നാണ് ടോക്കിയോയിലെ പറയുന്നത്. അറ്റ് ലാസ്റ്റ് 29.9 കൺക്ലൂഷൻ ആണ് പറയുന്നത്. ടൈലർ thinks that modernity is most explained through reason. This view suggests that changes like mobility and industrialization cause
people to rethink old habits and beliefs, including religion and traditional morality. ആധുനികത എന്നത് കൂടുതൽ വിശദീകരിക്കപ്പെടുന്നത് യുക്തിയിലൂടെയാണെന്നാണ് ടൈലർ കരുതുന്നത്. മൊബിലിറ്റി, വ്യാവസായികവൽക്കരണം തുടങ്ങിയ മാറ്റങ്ങൾ മതവും പരമ്പരാഗത ധാർമ്മികവും ഉൾപ്പെടെയുള്ള പഴയ ശീലങ്ങളെയും വിശ്വാസങ്ങളെയും പുനർവിചിന്തനം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുവെന്ന് ഒരു വീക്ഷണം സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ എന്താണ് ശരിയായിക്കൊള്ളുന്നില്ല, അതിലൊരു പുനർവിചിന്തനം നടത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേണിറ്റി സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. However, some theories sees modernity negatively. They believe that modernity causes loss of meaning, with the people becoming disconnected from history or God. This theories argue that instead of bringing progress, modernity brings harmful changes. എന്നിരുന്നാലും ചില സിദ്ധാന്തങ്ങൾ ആധുനികതയെ പ്രതികൂലമായിട്ട് കാണുന്നുണ്ട്. ആളുകൾ ചരിത്രത്തിൽ നിന്നോ ദൈവത്തിൽ നിന്നോ വിച്ഛേദിക്കപ്പെടുന്നതിലൂടെ ആധുനികത അർത്ഥം നഷ്ടപ്പെടുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ സിദ്ധാന്തങ്ങൾ വാദിക്കുന്നത് പുരോഗതി കൊണ്ടുവരുന്നതിന് പകരം ആധുനികത ദോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ്. Modernity has led to technological and social progress. It also has problems. The focus on progress and reason has raised doubts. Technological advances have changed everyday life and lead to big cities, but they have also created issues like alienation and more bureaucracy. ആധുനികത സാങ്കേതികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനും പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്തു. പുരോഗതിയിലും വ്യക്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. സാങ്കേതിക മുന്നേറ്റങ്ങൾ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിക്കുകയും വൻ നഗരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ അവ അന്യവൽക്കരണം, കൂടുതൽ ബ്യൂറോക്രസി തുടങ്ങിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു, സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതും കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊന്ന് നോക്കാം. ഫൈൻ മോഡേണൈസേഷൻ, ഓക്കെ, ഔട്ട്ലൈൻ അപ്രോച്ചസ്, ഇംപ്ലിക്കേഷൻ ആൻഡ് ഫേസസ് ഓഫ് മോഡേണൈസേഷൻ, അത് നമ്മൾ പറഞ്ഞതാണ്. മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, ഫെനോമിന ഓഫ് മോഡേണിറ്റി, അപ്രോച്ചസ് ടു മോഡേണിറ്റി, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹെഡിങ് അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റിൽ പറയുന്നത്. നമുക്ക് യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.